മാനസാസിന് വന്ദനം. കേരള സഭാചരിത്രത്തിൽ നൂതന അധ്യായങ്ങൾ എഴുതി ചേർത്ത വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തിരുസഭയെ ദീപ്തമാക്കുന്ന ഒരു പുണ്യ ജ്യോതിസാണ്. മൺമറഞ്ഞ ആ പുണ്യചരിതന്റെ വിശുദ്ധിയുടെ സൗരഭ്യം ഇന്നും ദിവ്യപ്രഭ തൂകി മനുഷ്യ മനസ്സുകളെ ജ്വലിപ്പിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമായി വളർന്ന 21-ാം നൂറ്റാണ്ടിലെ പ്രകാശ ഗോപുരമായി തീർന്ന പരിപൂർണതയുടെ ആചാര്യൻ എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിശേഷിപ്പിക്കുന്ന ചാവറച്ചന്റെ അനുഗ്രഹീത ഭാരതത്തിലേക്ക് നമുക്കും കണ്ണോടിക്കാം. ആത്മീയ ചൈതന്യത്തിലും വിശ്വാസത്തിലും പാരമ്പര്യത്തിലും മഹിമയേറിയ ചാവറ ഭവനത്തിൽ കുര്യാക്കോസിന്റെയും മറിയത്തിന്റെയും 6ാമത്തെ മകനായി 1705 ഫെബ്രുവരി 10-ന് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഭൂജാതനായി. കേരള സഭയുടെ ചരിത്രത്തിൽ പുണ്യലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട പുണ്യദിനം. ബാല്യം മുതലേ അനിതര സാധാരണമായ ദൈവസ്നേഹത്തിൽ വളർന്നു വന്ന കൊച്ചു കുര്യാക്കോസ് കുടുംബത്തിൽ നിന്നും കിട്ടിയ ശ്രേഷ്ഠമായ ആത്മീയ പരിശീലനം ചാവറച്ചനെ നലം തികഞ്ഞ ആത്മീയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മയായിരുന്നു ചാവറച്ചന്റെ വീടുന്ന ആത്മീയ കേന്ദ്രത്തിലെ ഗുരു. അമ്മയെ കണ്ടും കേട്ടുമാണ് കൊച്ചു കുര്യാക്കോസ് വിശുദ്ധ കുര്യാക്കോസായി മാറിയത്. അന്മാനുതാപം എന്ന സാഹിത്യകൃതിയിൽ പൈതൃ കാലത്ത് തൻ്റെ അമ്മ അമ്മിഞ്ഞ പാലോടൊപ്പം തന്നെ ദൈവസ്നേഹത്തിലും വളർത്തി എന്ന് ഏറ്റുപറയുന്നു. എൻ്റെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് മാത്രമല്ല അമ്മ നോക്കിയിരുന്നത്, കയ്യും കാലും കണ്ണും കരളും എല്ലാം നൽകിയ നല്ല ദൈവത്തിൻ്റെ നല്ല മകനായി വളരുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിച്ചു. കുർബാന പുസ്തകം തന്നെ എടുത്തുകൊണ്ടു പോകാൻ ശക്തിയില്ലായിരുന്ന പ്രായത്തിൽ ദിവ്യപൂജകളെ സഹായിക്കാൻ കുഞ്ഞു ചാവറ അഭ്യസിച്ചത് ഇദ്ദേഹത്തിന്റെ ദിവ്യകാരുണ്യ ഭക്തിയുടെ പ്രാരംഭമായി കണക്കാക്കാം. ആറ്റത്തിരുത്ത് നിൽക്കുന്ന വൃക്ഷം സദാ പച്ചക്കിടാതെ നിൽക്കുകയും സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് പോലെയായിരുന്നു കൃപയുടെ നീർച്ചാഞ്ഞരികെ വസിച്ച ചാവറപിതാവിന്റെ ബാല്യകാലം. വിദ്യാഭ്യാസത്തോടൊപ്പം സുഹൃത്താഭ്യാസത്തിലും അദ്ദേഹത്തിന് നിഷ്ഠയുണ്ടായിരുന്നു. ജ്ഞാനം, പുണ്യം, അഗാധ ബുദ്ധിത്ത, വാക്ചാതുര്യം, സർവോപരി ജീവിത നൈർമല്യം എന്നിവ ഒന്നിണങ്ങിയ ഈ ബാലൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നല്ല വ്യക്തിത്വ രൂപീകരണത്തിനും പഠനത്തിനും മാതൃകയും പ്രചോദനവുമായി വിളങ്ങുന്നു. കാലപ്രവാഹത്തിന്റെ അതിരുകളെ ഭേദിക്കുന്ന വ്യക്തിപ്രവാഹത്തിന്റെ ഉടമ മരിച്ചിട്ടും മനുഷ്യ മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന ഈ വിശുദ്ധാത്മാവിന്റെ വിശുദ്ധ ചൈതന്യം തൊട്ടനുഭവിച്ച് ആ ഹൃദയതാളം ഏറ്റുവാങ്ങി വിശുദ്ധിയുടെ പടവുകളെ ലക്ഷ്യമാക്കി നമുക്ക് മുന്നേറാം. ജയ് ക്രൈസ്റ്റ്.